ഇന്ന് ഞാൻ സാരി ഡ്രാപ്പിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ട് സാരി ഉടുക്കാനൊന്നും അറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടിയൊക്കെ ഉടുക്കും കേട്ടോ. നമുക്ക് ഒറ്റപ്പാലത്ത് 2 ദിവസത്തെ ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. സാരി ഡ്രേപ്പിംഗ് മാത്രമല്ല ഉള്ളത്, നമുക്ക് സാരി ബോക്സ് ഫോൾഡിങ് എല്ലാം പഠിപ്പിച്ചു തരും കേട്ടോ. നമുക്കിപ്പോൾ ബ്രൈഡലിന് സാരി ഉടുപ്പിക്കാനാണെങ്കിലും ആർക്ക് സാരി ഉടുപ്പിക്കാനാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നമുക്ക് ഒരു നാളത്തെ ഒരു ഫംഗ്ഷന് പിറ്റേ ദിവസം നമുക്കിങ്ങനെ ബോക്സ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സുഖമല്ലേ സാരിയൊക്കെ കൊടുക്കാൻ. നമ്മളെന്തായാലും ഒറ്റപ്പാലം എത്തിയിട്ട് നേരെ ഒറ്റപ്പാലം ഞാൻ ആ സെൻറ്ററിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വണ്ടി ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഒരു 50 രൂപ കൊടുത്തിട്ട് വണ്ടി പാർക്ക് ചെയ്തു. എന്തായാലും വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ കൂടെ നടന്നൊക്കെ പോയി അവിടെ ഋഷിയിലൊക്കെ പോയി അവിടെ നമുക്ക് സാരി ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് ക്ലിപ്പൊക്കെ ഉണ്ട്, പെഗ് ക്ലിപ്പ് എന്നാണ് പറയുക. അതൊക്കെ മേടിക്കണമായിരുന്നു. പക്ഷേ ഒരു കടയിലും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒറ്റപ്പാലം സെൻറ്ററിൽ ഇതൊന്നും ഇല്ലേ. ഇപ്പം കയറി നടന്ന് ഞാൻ ഞങ്ങൾ മടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചില്ല, അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നു കേട്ടോ. നമ്മളിത് പഠിക്കാൻ പോണ സ്ഥലം എവിടെയെന്നറിയോ? ഇത് നമ്മൾ പണ്ട് ഞങ്ങളുടെ കോളേജ് ഇവിടെ ആയിരുന്നു കേട്ടോ, കോപ്പറേറ്റീവ് കോളേജ്. ഇപ്പോൾ കോപ്പറേറ്റീവ് കോളേജ് ഒന്നും ഇല്ലയെന്നൊക്കെ തോന്നണത് കേട്ടോ. ഇല്ല, എവിടെയും കാണാനില്ല. ഇപ്പം അതൊക്കെ ഒരു ഓർമ്മയായി. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ നിന്നിട്ടൊക്കെയാണ് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അതൊക്കെ പണ്ടത്തെ ഒരു ഓർമ്മകൾ അഴവിറക്കി അവിടെ പോയിട്ട്. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമുക്ക് 2 days ക്ലാസ്സാണുള്ളത്, സാറ്റർഡേ സൺഡേ. ഫസ്റ്റ് ദിവസം നമ്മൾക്ക് അവരെങ്ങനെ സാരി ഉടുപ്പിക്കേണ്ടത്, പിന്നെ ബോക്സ് ഫോൾഡിങ് എല്ലാം പറഞ്ഞു തന്നു കേട്ടോ. നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, എന്നാൽ കൂടി നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ വീഡിയോ സൺഡേയിലത്തെയാണ് കേട്ടോ. സൺഡേ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു ഫുഡൊക്കെ കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേഗം നേരത്തെ എഴുന്നേറ്റ് ചോറും കറിയൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എത്തിയില്ല, കുറച്ച് ലേറ്റായി ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാരിയൊക്കെ ഒന്ന് ഉടുത്ത് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഉടുപ്പിച്ച് കൊടുത്തു, നന്നായിട്ട് വരുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് പഠിപ്പിച്ചത് നമ്മൾ ഹാങ്ങറിൽ എങ്ങനെ സാരി ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്ത് നല്ല വൃത്തിയിൽ വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് സുഖമായി പോകാതെ എൻ്റെ ബാക്കിൽ കണ്ടോ, അതുപോലെ എങ്ങനെ ഇതുപോലെ കേട്ടോ. നല്ല അടിപൊളിയായില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് വേറൊരു ചേച്ചി ചെയ്തതാണ് കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറൊക്കെ കൊണ്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോട്ട് എഴുതലാട്ടോ. നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോട്ട് എഴുതി തരും അവർ എഴുതി തരില്ല, അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ വൃത്തിയിൽ എഴുതിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീടെത്തി. പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ ഇരുത്തരായിട്ട് കുറേ വെക്കേഷൻ വർക്ക് ഉണ്ട് കേട്ടോ അവർക്ക്.